അമേരിക്കയുടെ ഡ്രോണായിട്ടുള്ള അതിവിഖ്യാതമായിട്ടുള്ള MQ-4 എന്ന് പറയുന്ന ഡ്രോണിനെ ഇറാൻ്റെ നാവിക സൈന്യം താഴിട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുതുതായിട്ട് വരുന്നത്. 2026 ഫെബ്രുവരി മാസം 23-ാം തീയതി 8:29 പുറപ്പെടുവിച്ച, അഥവാ ഇന്ന് രാവിലെ പുറത്തുവിട്ട വാർത്തയാണ് കാണുന്നത്. ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്, ഡ്രോണ് ഒരു അപകട സൂചന സിഗ്നൽ കൊടുത്തിരുന്നു. അമേരിക്കയുടെ ഉദ്യോഗസ്ഥന്മാർ അഥവാ സൈനിക കേന്ദ്രങ്ങളിലേക്ക് അപകട സൂചന കൊടുത്തതിന് ശേഷം ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ആ റഡാറിൽ നിന്ന് പോയി എന്നുള്ളതാണ് പറയുന്നത്. പിന്നീടാണ് അമേരിക്കയുടെ ആ ഭാഗത്തു നിന്നുള്ള ഈ ആശങ്കപ്പെട്ട ഒരു സംസാരം വരുന്ന ആ ലെവലിൽ തന്നെ ഈ ഇറാൻ്റെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് കൂടെ വരുന്നു, ഡ്രോണിനെ ഷോട്ട് ഡൗൺ ചെയ്തു എന്നുള്ളത്. അഥവാ ഇറാൻ്റെ ഈ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിൽ ചാരപ്രവൃത്തി നടത്തിയെന്ന ഒറ്റ കുറ്റമാണ് ഈ ഡ്രോൺ ഉണ്ടായിരുന്നത്. ഒരിക്കലും യുദ്ധം നിലനിൽക്കുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ എന്ത് കണ്ടാലും വെടിവെച്ചിടുക എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഡ്രോണിനെയും ഇവർ തകർത്ത് കളഞ്ഞു. എന്നിട്ട് ആ ഡ്രോണിനെ തകർത്തു എന്നത് ഇറാൻ മണിക്കൂറുകൾക്ക് ശേഷം അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു. നേരത്തെ തന്നെ ഇതൊരു അപായ സൂചന കൊടുത്ത് മിനിറ്റുകൾക്ക് ശേഷം അപ്രത്യക്ഷമായപ്പോഴേ ഈ അമേരിക്ക കരുതിയിട്ടുണ്ട് ഇത് ഇറാൻ സൈനിക വെടിവയ്പ് അല്ലെങ്കിൽ അവരുടെ അറ്റാക്കിൽ തകർന്നു പോയതാണെന്ന്. അവിടെ കൃത്യമായ ഒരു സ്റ്റെപ്പ് ഇപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. അഥവാ അമേരിക്കയുടെ ഡ്രോണിനെ ഇറാൻ തകർത്തു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ പിന്നാലെ ഇനി എന്തു ചെയ്യും അമേരിക്ക എന്നതാണ് ലോകം ഒറ്റുനോക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ, അതിന് പറയപ്പെടുന്നത് 35 കോടിയെന്നും 3.5 കോടി എന്നൊക്കെ പറയുന്നുണ്ട്. അത് മാധ്യമങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അതിരിക്കട്ടെ, എന്താണെങ്കിലും അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഡ്രോണിനെ തകർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറാൻ്റെ ഏറ്റവും വലിയ കഴിവായിട്ടാണ് ലോകം ഇപ്പോൾ സമ്മതിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ആ ഡ്രോണിനെ ഏതെങ്കിലും തരത്തിൽ തുരത്തുകയല്ല ചെയ്തത്, അവിടെ തകർത്ത് കളയുകയാണ്. അപ്പം ഈ ഇറാൻ്റെ ഏറ്റവും വലിയ കഠിനമായിട്ടുള്ള ഇച്ഛാശക്തി ലോകം അംഗീകരിച്ചു കൊടുത്തു എന്നത് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രതികരണമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റെന്തെങ്കിലും ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടോ ഒരു ഡ്രോണും ഇറാൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖല എന്നല്ല അതിർത്തി കടന്ന് ഇറാൻ്റെ ഉള്ളിലേക്ക് പോലും കടന്നു വന്നിട്ടില്ല എന്നാണ് പുതുതായി നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ അമേരിക്കയുടെ ഡ്രോണുകളെ തകർത്തിട്ടും എന്തുകൊണ്ട് അമേരിക്ക മിണ്ടാതിരിക്കുന്നു? അവരുടെ ഭാഗത്ത് തെറ്റുണ്ട്. നേരത്തെ തന്നെ ഡ്രോണുകളോ ബന്ധപ്പെട്ട കാര്യങ്ങളോ സ്പൈ വർക്കുകളോ നടത്താൻ ഞങ്ങളുടെ രാജ്യത്ത് ഒരു എക്യുപ്മെൻസുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ നടത്താനോ അനുവദിക്കില്ല എന്ന് പ്രത്യേകം പറഞ്ഞത്. മാത്രമല്ല, മൊസാദിൻ്റെയും അതുപോലെ തന്നെ കുർദുകളുടെയും ആളുകളെ കണ്ടാൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ശിക്ഷ നടപ്പിലാക്കുക, അഥവാ കൊന്നുകളയും എന്ന് പ്രത്യേകം എടുത്തു പറയുകയും ആ റെഡ് അലേർട്ട് അവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഡ്രോൺ പറന്നതും ആ സമയത്ത് അതിനെ ഷോട്ട് ഡൗൺ ചെയ്തതും. അതിൽ ഒന്നും പറയാനില്ല, അമേരിക്ക അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് മിക്ക രാജ്യവും പറയുന്നത്. ഇങ്ങനെ യുദ്ധതന്ത്രപരമായി ചെയ്യുന്ന ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ പരാജയപ്പെടുത്താൻ ഇറാന് സാധിക്കുന്നുണ്ടെങ്കിൽ ഇറാൻ ചെറിയ മീനല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ലെവലിൽ തന്നെയാണ് ട്രംപും മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ചതിയിലൂടെ എന്തെങ്കിലും നടത്തി കൊലപാതകം നടത്തി ആ ഭരണകൂടം മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നതും പറയപ്പെടുന്നു. അതത്ര കണ്ട് സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തയാണ്. ഈ വാർത്തയ്ക്കൊന്നും സ്ഥിരീകരണം വരികയില്ല. കാരണം ഓപ്പറേഷൻ കഴിഞ്ഞ് മാത്രമേ ഇതിനൊക്കെ എന്തെങ്കിലും ഒന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ പല മാധ്യമങ്ങളും അഥവാ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ വരാറുള്ളൂ. എന്താണെങ്കിലും ഈ റമദാൻ മാസത്തിൽ വലിയ ഒരു പരാജയം ഈ അമേരിക്ക വന്നിട്ടുണ്ട്. വലിയ ഉന്നതി ഇറാന് സംഭവിക്കുകയും അതവരെ ആ അത്രമേൽ ഹൈയിലേക്ക് നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. നാളെ എന്ത്, അടുത്ത സമയം എന്ത് എന്നുള്ളതല്ല. ലോക പോലീസായിട്ടുള്ള അത്രയും വലിയ അപകടം പിടിച്ച ഒരു രാജ്യത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ, ദിവസങ്ങളോളം തൻ്റെ ഇടത്തോടെ പിടിച്ചു നിൽക്കാൻ ഇറാന് സാധിക്കുന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് ഏറ്റവും മികച്ച പോരാളികളെന്ന് പറയാൻ പറ്റും. മാത്രമല്ല, നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ യൂറോപ്യൻ യൂണിയൻ്റെ എല്ലാ നാവികസൈന്യത്തെയും വ്യോമസൈന്യത്തെയും അഥവാ ഇറാൻ ഭീകര പട്ടികയിലേക്ക് ചേർക്കുകയും ചെയ്തു. അഥവാ എങ്ങനെയൊക്കെ ഈ ലോകത്തിന് മുമ്പിൽ ഇല്ലായ്മ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇറാൻ
ശക്തയുക്തം പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്. ഈ ലോകം നിലനിൽക്കുന്നത് ഒരു അമേരിക്കയുടെ കരങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമല്ല, അമേരിക്കയെ പോലെ തന്നെ അത്ര കണ്ട് ശക്തിയുള്ളതും അതേപോലെ ഇച്ഛാശക്തി, അമേരിക്കയ്ക്ക് ഇല്ലാത്ത ഒന്നാണ് ഇച്ഛാശക്തി, ആ ഇച്ഛാശക്തി ഉള്ളതുമായിട്ടുള്ള മറ്റ് നേതാക്കന്മാരും ലോകത്തുണ്ട് എന്നുള്ളത് അമേരിക്ക മാത്രമല്ല ലോകം തന്നെ തിരിച്ചറിയുന്നത് ഈ 2026 ആയപ്പോഴാണ്. അതുവരെ അമേരിക്കയ്ക്ക് ട്രംപാണ്, ലോകത്തിനും ട്രംപാണ് എന്ന ഒരു വെപ്പായിരുന്നു. അതൊക്കെ ഏറെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കൻ ട്രംപ് പോലും പറയുന്നുണ്ട് പകരക്കാരൻ, അഥവാ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിറ്റ്കോഫിൻ്റെ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമേരിക്കൻ ട്രംപിന് പോലും തോന്നിത്തുടങ്ങിയിട്ടുണ്ട് ഒരു പകരക്കാരൻ, ഒരു ബദൽ നായകൻ ഇവിടെ വന്നിരിക്കുന്നു എന്നൊരു തോന്നൽ അമേരിക്കൻ ട്രംപിന് പോലും തോന്നിത്തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പം കൃത്യമായി ഇറാൻ്റെ പിന്നിൽ വലിയ ഒരു ശക്തിയും അതേപോലെ തന്നെ ലോകത്ത് ഇതുവരെ പ്രകടനം കാഴ്ചവെക്കാത്ത, അല്ലെങ്കിൽ അങ്ങനെ ലോകത്തിനു മുമ്പിൽ നമ്മൾ കാണിച്ചു കൊടുക്കാത്ത നിഗൂഢമായിട്ടുള്ള ആയുധങ്ങളുടെ ഒരു ശേഖരം തന്നെ ഇറാനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആ ആയുധങ്ങളെയാണ് ഈ ഇസ്രായേലും അമേരിക്ക ഇപ്പോൾ പേടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഇസ്രായേലും എല്ലാവരും കൂടി ചേർന്നാൽ പോലും ഈ ഇറാനെ പിടിച്ചു കെട്ടാൻ പറ്റില്ല എന്ന രൂപത്തിലേക്കൊരു നിഗമനവും വരുന്നുണ്ട്. കാരണം ഈ ഇറാൻ്റെ കൂടെ ചൈനയും അതേപോലെ തന്നെ റഷ്യയുമുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളും നല്ല കടുപ്പമേറിയ ആയുധങ്ങൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. മാത്രമല്ല ആണവായുധം സൂക്ഷിക്കുന്ന രാജ്യം കൂടി ആയതുകൊണ്ട് അവസാനത്തെ യുദ്ധമായി പോകുമോ എന്ന ബേജാറ് എല്ലാ രാജ്യക്കാർക്കും ഉണ്ട് താനും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ മിണ്ടാപ്പാറ നയം സ്വീകരിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞ് ബാക്കിലേക്ക് വലിയാനുള്ള ഒരു തത്രപ്പാട് നടത്തുന്നത്. ഇപ്പോൾ അബ്രഹാം ലിങ്കൻ്റെ കാര്യം തന്നെ പറയുകയുണ്ടായി. അവിടെ ഈ വലിയ പ്രതിസന്ധി ഉണ്ട്, അതുകൊണ്ട് സൈനിക സേവനം അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്ന ആളുകളുടെ എണ്ണം, ആവശ്യപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊരു പക്ഷേ അവിടുന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാരണവും പറഞ്ഞിട്ട് ഒരു പക്ഷേ ആ കപ്പലിനെ വീണ്ടും മറ്റേടെങ്കിലും ഉൾക്കടലിലേക്ക് കൊണ്ടുപോയി ആ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ദൗത്യം ഇല്ലായ്മ ചെയ്യാൻ, അഥവാ ഈ കാരണം പറഞ്ഞിട്ട് കൊണ്ടുപോകും അത്ര കണ്ട് ലഭ്യത ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ കരുതിയിട്ടായിരിക്കാം. എന്താണെങ്കിലും അമേരിക്കയുടെ ചുവടുവെപ്പ് പരാജയത്തിലേക്കുള്ള എടുത്തുവെപ്പായിരുന്നു എന്ന് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പം നമുക്ക് എടുത്ത് ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പം നിലവിൽ എല്ലാ അർത്ഥത്തിലും അമേരിക്കയ്ക്ക് എതിരായിട്ടാണ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ എതിർ കാര്യങ്ങളൊക്കെ വരുന്നതിനനുസരിച്ച് ഡ്രോണും താഴെ പോയിരിക്കുന്നു. അതും കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള ഡ്രോണാണ്. ട്രിട്ടൺ ഡ്രോൺ എന്നാണ് ഇതിൻ്റെ പേര് വെച്ചിട്ടുള്ളത്. MQ-4 എന്ന പുതിയ ഏറ്റവും പ്രധാനപ്പെട്ട ആ സ്പൈ വർക്കുകൾ അഥവാ ചാരവൃത്തികൾ നടത്താൻ അറിയപ്പെട്ട കഴിവ് തെളിയിച്ച ഡ്രോൺ ശൃംഖലകളിൽപ്പെട്ട ഡ്രോണാണ് ഇപ്പോൾ താഴെ വീണിട്ടുള്ളത്. ഇങ്ങനെ ഒരു റഡാറിൻ്റെ കണ്ണിൽപ്പെടാതെ ചാരപ്രവർത്തനം നടത്താമെന്ന് അങ്ങേറ്റം വിശ്വസിച്ച ഈ ഡ്രോണിനെ പോലും ഇറാൻ പിടിച്ചു കെട്ടുന്നുണ്ടെങ്കിൽ ഇറാൻ്റെ മുമ്പിൽ എന്തൊക്കെയോ, ഇറാൻ്റെ കരങ്ങളിൽ എന്തൊക്കെയോ നമ്മളിതുവരെ അറിയാത്ത ഒരുപാട് ആയുധങ്ങളും റഡാർ സംവിധാനങ്ങളും അത്യാധുനിക സാറ്റലൈറ്റ് സംവിധാനങ്ങളുമായി കണക്ടിവിറ്റിയുള്ള മറ്റ് എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ അമേരിക്ക അറിയാതെങ്കിലും സമ്മതിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെ ഡ്രോണ് പോയ വഴിക്ക് പോയി പിന്നീട് ഒരു ഡ്രോണിനെ പറത്താൻ അമേരിക്ക തയ്യാറായിട്ടില്ല. പക്ഷേ നമുക്കൊരു മുമ്പൊരു ഓർമ്മയുണ്ട്, അമേരിക്കയുടെ നാവികസേന തള്ളിയിട്ടപ്പം, അഥവാ ഒരു ഡ്രോണിനെ തള്ളിയിട്ടപ്പം അതേ സ്പോട്ടിൽ തന്നെ ഇറാൻ മറ്റൊരു ഡ്രോണിനെ അയച്ച് അതിന് പ്രതികാരം തീർത്തിട്ടുണ്ടായിരുന്നു. ആ ഡ്രോണിനെ ഒന്നും തൊടാതെ തിരിച്ചയക്കുകയും ചെയ്തു. ഇതാണ് അമേരിക്കയുടെ പേടി. എന്നാൽ ഇറാൻ ഒരു ഡ്രോണിനെ തള്ളിയിട്ടപ്പം രണ്ടാമതൊരു ഡ്രോണിനെ അയച്ചിട്ട് ഒരു പരീക്ഷണം നടത്താൻ അമേരിക്കയുടെ നാവികസേന നിന്നിട്ടില്ല എന്ന് പറയുമ്പം അമേരിക്ക എന്നേക്കുമായി ഒടുങ്ങിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, നിരൂപണങ്ങളും രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.